ബേലിൻദാസിന്റെ മർദ്ദനമേറ്റ ശ്യാമിലി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്യാമിലി, ഇപ്പോഴിതാ പ്രതിയെ പിടികൂടിയിരിക്കുന്നു പോലീസ്. ആദ്യ പ്രതികരണം എന്താണ് ശ്യാമിലി? എനിക്ക് വളരെ വളരെ അധികം നന്ദി മാത്രമേ ഉള്ളൂ. കൂടെ നിന്നവരോട്, സഹകരിച്ചവരോട്, എനിക്ക് സപ്പോർട്ട് അറിയിച്ച് ഒരുപാട് ആൾക്കാർ എല്ലാ രംഗത്തു നിന്നും, രാഷ്ട്രീയമായിക്കോട്ടെ, രാഷ്ട്രീയ മതഭേദം എന്നില്ല, എല്ലാവരും ഇന്ന പാർട്ടിയിൽ നിന്നൊന്നുമില്ല, എല്ലാവരും എല്ലാ പാർട്ടിയിൽ നിന്നും എനിക്ക് സപ്പോർട്ട് അറിയിച്ചു. സിനിമാ രംഗത്ത് നിന്ന് സിദ്ദിഖ, സുധീറിക്ക, ഒത്തിരി ആൾക്കാർ എനിക്ക് സപ്പോർട്ട് അറിയിച്ച് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേരള പോലീസ്, പ്രത്യേകിച്ച് SI മഞ്ജു മാം, എനിക്ക് ഒത്തിരി നന്ദി. കൂടെ നിന്ന മീഡിയയുടെ കാര്യം എനിക്കത് പറയാതെ വയ്യ. നിങ്ങൾ ഇത്രയും ഈ ഒരു വിഷയത്തിൽ ഇത്രയും താല്പര്യം കാണിച്ചതുകൊണ്ടാണ് എനിക്ക് ഇത്രയും പെട്ടെന്ന് നീതി കിട്ടിയെന്ന് ഞാൻ പറയുന്നു. എല്ലാവരോടും, കൂടെ നിന്ന എല്ലാവരോടും, എന്റെ ബാർ അസോസിയേഷൻ, ബാർ കൗൺസിൽ, എല്ലാവരോടും നന്ദി മാത്രം ഈ അവസരത്തിൽ പറയുന്നു. മറ്റൊന്നും പറയാനില്ല. ബാക്കി എന്താന്ന് വെച്ചാൽ അന്വേഷണം നടക്കും. ശ്യാമിലി, ഇനി മുന്നോട്ടുള്ള അന്വേഷണത്തിലും പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണ തൃപ്തിയുണ്ട് ഇപ്പോഴുള്ള നടപടികളിൽ നിന്ന്? ഞാൻ മുന്നേ പറഞ്ഞത് തന്നെയാണ്. എനിക്ക് ഇതുവരെയും എനിക്ക് അന്വേഷണത്തിൽ യാതൊരു അവര് പിന്നോട്ട് നിൽക്കുവാണ്, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാണെന്ന് അങ്ങനെ ഒരു തോന്നലും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാനത് മാധ്യമങ്ങളോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയുള്ള അന്വേഷണത്തിലും ഇപ്പോ ഈ പ്രതിയെ ഇത്രയും പെട്ടെന്ന് പിടിച്ചതിലും എനിക്ക് ഒരുപാട് നന്ദി മാത്രം. കേരള പോലീസിനോട് ഒത്തിരി നന്ദി. ശ്യാമിലി എങ്ങനെ അതിക്രൂരമായി മർദ്ദിച്ചതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ്. ഒരു ബേലിൻദാസ് പൊതുവെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമാണ്. സർക്കാർ കൈവിട്ടു, ബാർ അസോസിയേഷൻ കൈവിട്ടു. പക്ഷേ ഇപ്പോഴും ചിലർ ബേലിൻദാസിനെ സഹായിക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ ശ്യാമിലി? എനിക്ക് ഇനി അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. എന്തായാലും കോടതിയിൽ വന്നിട്ടുണ്ടല്ലോ. ബാക്കി എന്താന്ന് വെച്ചാൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. എല്ലാവരോടും ഒത്തിരി നന്ദി. താങ്ക് യു. എല്ലാ തരത്തിലുള്ള ഇടപെടലും ഉണ്ടായി. പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ. ഒരു ഘട്ടത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ശ്യാമിലിയുമായുള്ള ടെലിഫോൺ ബന്ധം നഷ്ടമായിരിക്കുകയാണ്. എന്തായാലും ബേലിൻദാസ് പിടിയിലായിരിക്കുകയാണ്. അതിനെ എന്തായാലും പോലീസിന്റെ നടപടിയെ സ്വാഗതം ചെയ്യുകയാണ് ശ്യാമിലി. പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് ശ്യാമിലി. അതിക്രൂരമായ മർദ്ദനമാണ് ജൂനിയർ അഭിഭാഷകയായ ശ്യാമിലിക്ക് നേരിടേണ്ടി വന്നത്. അത് ഒരു തവണയല്ല, പലതവണ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ബേലിൻദാസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പലതവണ മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ മുഖത്ത് അടിയേറ്റ് ശ്യാമിലി വന്ന് പറയുന്നത് വലിയ നടുക്കത്തോടു കൂടിയാണ് കേരളം കേട്ടത്. അതിന് പിന്നാലെ പ്രതി ഒളിവിൽ പോവുകയായിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് തന്നെ പ്രതിയെ ഇപ്പോൾ പോലീസ് വലയിലാക്കിയിരിക്കുകയാണ്. 2 ദിവസം ഒളിവിൽ കഴിഞ്ഞു. ആരെങ്കിലും സഹായം നൽകിയിരുന്നോ എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഒരു ബന്ധു ഗൂഗിൾ പേ വഴി പണം അയച്ചു നൽകാൻ ശ്രമിച്ചതാണ് പ്രതിയിലേക്ക് എത്താൻ നിർണായകമായത് എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തായാലും ശ്യാമിലിയുടെ ആദ്യ പ്രതികരണം 24-നോട് പിന്തുണച്ച എല്ലാവർക്കും നന്ദി. പോലീസിന്റെ തുടർ നടപടികളിൽ പ്രതീക്ഷയുണ്ട്, നീതി ലഭിക്കും എന്ന പ്രതീക്ഷയുണ്ട് എന്നാണ് ശ്യാമിലി 24-നോട് വ്യക്തമാക്കിയത്.